നാടകമെന്ന ജനകീയ കലയിലൂടെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ സുധീഷ് അമ്മവീടും കുടുംബവും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നാടകങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സുധീഷ് ഇത്തവണ ലഹരിക്കെതിരായ പോരാട്ടത്തെയാണ് പ്രമേയമാക്കുന്നത്. ലഹരിക്ക് അടിമയായിരുന്ന വ്യക്തിയുടെ ജീവിതത്തെയും തിരിച്ചറിവുകളെയും അടിസ്ഥാനമാക്കി മോചനം എന്ന പേരിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. അതൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ മോളുടെ കാതിൽ അഴിച്ചെടുക്കണ നേരത്തെ അവൾ ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. എനിക്ക് പരാക്രമത്തിനിടയിൽ ഞാൻ എൻ്റെ മോളുടെ വായി ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു. ശ്വാസം കിട്ടാണ്ട് പിഴക്കണ എൻ്റെ മോളെ കണ്ടുകൊണ്ടൊന്ന് സുഗന്ധി എന്തൊക്കെ എടുത്ത് എന്നെ എറിയേ അടിക്കൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് കൈക്കലാക്കണം എന്നുള്ള കൊതിയിൽ ഞാൻ എൻ്റെ മോളുടെ കാതിങ്ങനെ കടിച്ചെടുത്തു. കെട്ടകാലത്തെ ഇരുട്ടിലകപ്പെട്ടു പോയ മനുഷ്യരുടെ തിരിച്ചറിവിനെയും മടങ്ങിവരവിനെയും ഒരു ചെറിയ നാടകത്തിലൂടെ അരങ്ങിലെത്തിച്ചാണ് സുധീഷ് അമ്മവീടും കുടുംബവും ലഹരിക്കെതിരായ പോരാട്ടം നയിക്കുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്ന ഗൃഹനാഥൻ കൂടെയുള്ളവരോട് തന്റെ ജീവിതം പറയും വിധമാണ് നാടകത്തിന്റെ രചനയും അവതരണവും. കൊടുങ്ങല്ലൂർ BRCയിൽ ട്രെയിനറായി സുധീഷ് ജോലി ചെയ്തിരുന്ന കാലത്ത് വായിച്ച ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് മോചനം എന്ന നാടകം തയ്യാറാക്കിയത്. ഒരു ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സ്കൂളുകൾ തോറും സംഘടിപ്പിക്കണമെന്നുള്ള ഒരു പ്രവർത്തന പരിപാടി തുടങ്ങി വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പരിശീലനങ്ങൾ കിട്ടി. ഒരു അധ്യാപക പരിശീലനം എന്ന നിലയിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അധ്യാപകർക്ക് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ എങ്ങനെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാമെന്നതിൻ്റെ ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അതിൻ്റെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുകുന്ദപുരം താലൂക്ക് ഓഫീസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുന്ന സുധീഷ് തന്റെ ഒഴിവു സമയങ്ങൾ ഉപയോഗിച്ചാണ് നാടക പ്രവർത്തനം നടത്തുന്നത്. അധ്യാപകൻ, കവി, നാടക പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ ഇദ്ദേഹത്തിന് പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. പ്രീ പ്രൈമറി അധ്യാപികയും ഗായികയുമായ ഭാര്യ ജിതിയും മക്കൾ ആമി, ആഷ്മിൻ എന്നിവരും നാടകത്തിന്റെ ഭാഗമാണ്. ഇതിനോടകം 140 വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ബിരിയാണി എന്ന് പറഞ്ഞൊരു നാടകം നമ്മുടെ അടുത്തുള്ള ഒരു നാടക പ്രവർത്തകനായിട്ടുള്ള ആദിത്യൻ കാതിക്കോട്ടിനെ വെച്ചുകൊണ്ട് ഒരു നാടകം ചെയ്തു. പിന്നെ ലഹരിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലഹരി വിമുക്തിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സെൽ നമ്പർ 20 എന്ന് പറഞ്ഞ ഒരു നാടകവും സുകേഷ് താമരക്കുളം, യാസിർ, അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ കൂടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു നാടക സംഘം, ഒരു നിരന്തരം ചലിക്കുന്ന ഒരു നാടക സംഘം എന്ന് പറയാം. വലിയ കോസ്റ്റ്ലി അല്ലാത്ത, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തെരുവുകളിൽ ക്ലബ്ബുകൾക്ക് വേണ്ടി, വായനശാലകൾക്ക് വേണ്ടി ചെറിയ നാടകങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി, NS മാധവന്റെ മുംബൈ എന്നീ കഥകളെ ആസ്പദമാക്കിയും സുധീഷ് ഒറ്റയാൾ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സബോള, സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായി ദ്വീപ്, ഉടുപ്പുകൾ അഥവാ തിരുശേഷിപ്പുകൾ തുടങ്ങിയ ശ്രദ്ധേയ നാടകങ്ങളും സുധീഷും കുടുംബവും കാണികൾക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.